ദാ ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ നല്ല കറുമുറാന്നുള്ള കോളിഫ്ലവർ ഫ്രൈയും കൂടെ തന്നെ നല്ലൊരു ടൊമാറ്റോ സോസും ചൂട് ചായയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാത്രം എപ്പ കാലിയായെന്ന് ചോദിച്ചാ പോരെ. അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പാട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ നല്ലോണം കഴുകി ദാ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം ട്ടോ. അതിനായിട്ട് വെള്ളം ചൂടായിട്ട് വരുമ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ദാ 1 മിനിറ്റ് നമ്മുടെ കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു അരിപ്പയിലൂടെ ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞെടുക്കാവേ. ഇനിയിപ്പം നമുക്ക് ഈ കോളിഫ്ലവർ ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് നമ്മുടെ അരിപ്പൊടിയും അതേപോലെ തന്നെ കോൺഫ്ലവറും ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മഞ്ഞപ്പൊടിയും കളറിനും എരിവിനും വേണ്ടിയിട്ട് നമ്മുടെ മുളക് പൊടിയും ചെറിയ ജീരകവും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ടൊമാറ്റോ സോസും ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് കട്ടിയൊന്നും അല്ലാത്ത പാകത്തിനായിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം ട്ടോ. ദാ ഇതുപോലെ. ഇതിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കുന്നത്. ഒന്നെങ്കിൽ സ്പൂൺ വെച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചോ ഇതേപോലെ കോട്ട് ചെയ്ത് കുറച്ച് ബ്രെഡ് ക്രംസിലും കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കവർ ചെയ്ത് നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് ഒരു പ്ലേറ്റ് നിറയെ നല്ല കറുമുറ എന്നുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂട് ചായയുടെയും ടൊമാറ്റോ സോസിന്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.